ത്രിയേക ദൈവത്തിന് സ്തുതി. വചന വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലങ്കര മാർത്തോമാ സുറിയാനി സഭ മെയ് മാസം 24 അതായത് വരുന്ന ഞായറാഴ്ച പെന്തക്കോസ്ത് ദിനമായി ആചരിക്കുകയും ദിവ്യ സംഗീത ഞായറായി വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നു. തിരുസഭയുടെ ക്രമീകരണം അനുസരിച്ച് സഭാ പഞ്ചാംഗവുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങളും സഭയുടെ പ്രധാനപ്പെട്ട ദിനങ്ങളും ഗൗരവത്തോടും പ്രാധാന്യത്തോടും ആചരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. 50 എന്നർത്ഥം വരുന്ന പെന്തക്കോസ് ഉദ്ധിതനായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തിരുസഭയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പ്രത്യക്ഷമായ ദിനമാകുന്നു. ഒരുമിച്ച് കൂടിയ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും അവർ പുതിയ ദൗത്യബോധ്യം പേറി ലോകത്തിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്ന ധന്യമായ നിമിഷമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെ വീണ്ടും ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി കാംക്ഷിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിതരായി തീരേണ്ട ഒരു ദിനം എന്ന നിലയിൽ ഈ ദിവസത്തെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. 50 എന്ന വാക്കാണ് പെന്തക്കോസ്റ്റ് എന്ന വാക്ക് വിവക്ഷിക്കുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള 50-ാം ദിനം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലും തിരുസഭയുടെ മേലും ആവസിച്ച ധന്യ മുഹൂർത്തമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ദ്യോതിപ്പിക്കുന്ന ചിഹ്നങ്ങളും അടയാളങ്ങളും അന്ന് അവിടെ സംഭവിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന എല്ലാവരും അവർ ഉച്ചരിച്ച ഭാഷ കേട്ട് അമ്പരന്നു. എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ അവർ സംസാരിച്ചത് മനസ്സിലായി എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ ദിനത്തെ ഓർക്കുന്നതിനോടൊപ്പം തിരുസഭ ദിവ്യ സംഗീത ഞായറായും വേർതിരിച്ചിരിക്കുന്നു. സംഗീതത്തിനും ആരാധനാ ഗീതത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന തിരുസഭയുടെ ശുശ്രൂഷയിൽ സംഗീതത്തെ ചേർത്ത് പിടിക്കാനും ദൈവികദാനമായ സംഗീതത്തെ ദൈവദാനമെന്ന് ഓർത്ത് സ്വീകരിച്ച് ആ ശുശ്രൂഷ ഫലകരമാക്കുന്നതിനുമുള്ള ആഹ്വാനം നൽകുന്ന ദിവസം കൂടിയാണ്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ധ്യാനത്തിൻ്റെ തലക്കെട്ട് ശബ്ദമുഖരിതമായ ലോകത്തിൽ ദൈവിക സ്വരലയം എന്നതാണ്. ശബ്ദമുഖരിതമായ ലോകത്ത് ദൈവിക സ്വരലയം, ഡിവൈൻ വോയിസ് ഇൻ എ നോയ്സി വേൾഡ്. ഇതിന് ആസ്പദമായി വിശുദ്ധ എവൻഗേലിയൻ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ആധാരമാക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഉദ്ധാനം ചെയ്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ഒരു സന്ദർഭമാണ് വിവരിച്ചിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ശിഷ്യർക്ക് ആഹ്വാനം നൽകി പരിശുദ്ധാത്മാവിനെ നൽകുന്നതായ ഒരു സന്ദർഭം കൂടിയായി ഈ വേദഭാഗം അടയാളപ്പെടുത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവം അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പോകുന്ന ശിഷ്യന്മാരെയാണ് നാം അവിടെ കാണുന്നത്. ശബ്ദമുഖരിതമായ ലോകത്തിൽ ദൈവിക സ്വരലയം എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി 3 ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഒരു FM റേഡിയോ ട്യൂൺ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റേഡിയോ ഓൺ ചെയ്യുന്നു, FM ട്യൂണിങ്ങിനുള്ള നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഫ്രീക്വൻസി ആസ്പദമാക്കി നമ്മൾ സെർച്ച് ചെയ്യുന്നു, അവസാനം കൃത്യമായ അനുപാതത്തിൽ ഫ്രീക്വൻസി സെറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ കൃത്യമായ സിഗ്നൽസ് ലഭിക്കുകയും അത് നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ, കേൾക്കുന്ന വിധത്തിൽ അത് സംവേദനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ അത് സെറ്റ് ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസിയുമായിട്ടുള്ള ഒരു സംഘർഷം അവിടെ നടക്കുന്നുണ്ട്. അനേകം ഫ്രീക്വൻസിയുമായി സംഘർഷം നടത്തിയാണ് ഉചിതമായ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നത്. തീർച്ചയായും ഈ ലോകത്തിൽ അനേക ശബ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
എന്നാൽ ദൈവിക ശബ്ദത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ധർമ്മം. അടിസ്ഥാനപരമായ ഈ ധർമ്മത്തിൽ നിന്നുമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയും തുടർച്ചയും നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ ചിന്താവിഷയത്തിന് ആധാരമായിരിക്കുന്ന സന്ദർഭം യേശു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ശിഷ്യന്മാർ. കർത്താവിൻ്റെ ശബ്ദത്തെ കേട്ട് അനുസരിക്കുന്ന ശിഷ്യന്മാർ, പ്രത്യേകിച്ച് സമാധാനമില്ലാത്ത ഒരു ലോകത്തിൻ്റെ മധ്യേ സമാധാനത്തിനായി കാംക്ഷിക്കുന്ന ശിഷ്യന്മാർ. അവരുടെ മധ്യേ നിന്നുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഉപചിന്തയ്ക്ക് ഇങ്ങനെ തലക്കെട്ട് നൽകുന്നു: ഡിവൈൻ വോയിസ് ദാറ്റ് സ്ട്രെങ്തൻസ് ആൻഡ് റിസ്റ്റോർസ് അസ്. ഡിവൈൻ വോയിസ് ദാറ്റ് സ്ട്രെങ്തൻസ് ആൻഡ് റിസ്റ്റോർസ് അസ്. നമ്മെ ബലപ്പെടുത്തുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവിക ശബ്ദം. യേശു കർത്താവ് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രത്യക്ഷതകളെല്ലാം യഥാസ്ഥാനപ്പെടുത്തലിൻ്റെയും സമാധാനപ്പെടുത്തലിൻ്റെയും സന്ദർഭങ്ങളാണ്. അവിടെയെല്ലാം പുതിയ നിയോഗങ്ങൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഇവിടെ ശിഷ്യന്മാർക്ക് നൽകുന്ന നിയോഗത്തിന് അടിസ്ഥാനപരമായ ബലമായി തീരുന്നത് കർത്താവിൻ്റെ സമാധാനമാണ്. കർത്താവ് നൽകുന്ന സമാധാനത്തിൽ നിന്നുമാണ് അവരുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രക്രിയകളും മുന്നോട്ട് പോകുന്നത്. അതിനാൽ കർത്താവ് നേരുന്ന സമാധാനം സ്വർഗീയമായ സമാധാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് കാർമ്മികൻ സമാധാനം നേരുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അവിടെയെല്ലാം കർത്താവ് ലോകത്തിന് നേരുന്ന സമാധാനം ഓർമ്മിക്കപ്പെടുകയാണ്. ആ ശുശ്രൂഷയിൽ കൂടെ സമാധാനം സ്വീകരിക്കുന്നതിനായി ദൈവജനത്തെ ഒരുക്കുകയും ആഹ്വാനം നൽകുകയും ചെയ്യുന്ന കാർമ്മികനെയാണ് കാണാൻ കഴിയുന്നത്. കർത്താവ് നൽകുന്ന സമാധാനത്തിൻ്റെ അടിസ്ഥാനം താനേറ്റ മുറിവുകളാണ്. മുറിവുകൾ ഉണ്ടായിരിക്കെ ദിവ്യമായ സമാധാനം നേരുന്ന കർത്താവിനെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദത്തിന് മറ്റേത് ശബ്ദത്തേക്കാൾ വലിയ ശക്തിയും വലിയ ഗൗരവവുമുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് നൽകപ്പെടുന്ന ഈ സമാധാനം അവർക്ക് നിത്യമായ സമാധാനത്തിൻ്റെ ഉപാധിയായി മാറുന്നത്. ലോകത്തൊരുപാട് ശബ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് ഈ ഭൂമിയെ മാറ്റിമറിച്ചിട്ടുള്ളത്. ദിവ്യ സംഗീത ഞായറുമായി ബന്ധപ്പെട്ട് ഇതിനെ ഒന്ന് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് ഗായക സംഘങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവിക സമാധാനത്തിൻ്റെ സംഗീതം ഉച്ചരിക്കുകയും പങ്കിടുകയും ചെയ്യുക എന്നതാണ്. ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷ സമാധാനപൂർണമായി നിർവഹിക്കേണ്ടതും സമാധാനം പകരേണ്ടതുമായ ശുശ്രൂഷയാണ്. മുറിപ്പെടുത്തുന്ന ശുശ്രൂഷയല്ല എന്നതിനാൽ മുറിവ് കെട്ടുകയും സമാധാനത്തിൻ്റെ വഴിയായി തീരുകയും ചെയ്യുന്ന ശുശ്രൂഷയായി ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകൾ മാറ്റപ്പെടട്ടെ. കർത്താവ് നേർന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന ആശംസയും ആശീർവാദവുമാണെങ്കിൽ നമ്മുടെ ഗാന ശുശ്രൂഷയിലൂടെ നമ്മൾ ദൈവജനത്തിനും ലോകത്തിനും പങ്കുവയ്ക്കുന്നത് ഇതേ സമാധാനത്തിൻ്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് സമർപ്പണത്തോടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവിക ശബ്ദം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ ചിന്ത നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച. രണ്ടാമത്തെ ചിന്ത ഇങ്ങനെ ക്രോഡീകരിക്കുന്നു: ഡിവൈൻ പവർ ദാറ്റ് കമ്മീഷൻസ് ആൻഡ് എൻട്രസ്റ്റ് അസ് വിത്ത് എ പെർട്ടിക്കുലർ മിഷൻ. ഡിവൈൻ പവർ കമ്മീഷൻസ് ആൻഡ് എൻട്രസ്റ്റ് അസ് വിത്ത് എ പെർട്ടിക്കുലർ മിഷൻ. ഒരു പ്രത്യേകമായ ദൗത്യത്തിന് ദൈവം തൻ്റെ ശക്തിയെ നമുക്ക് പകർന്നു നൽകുകയാണ്. ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നതും അതാണ്: പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക. പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി നൽകി അവരെ ഒരു നിയോഗത്തിനായി അധികാരപ്പെടുത്തുന്ന, ഒരു ശുശ്രൂഷയ്ക്കായി ചുമതലപ്പെടുത്തുന്ന സന്ദർഭമാണ് കാണുന്നത്.
അതിലൊരു ദൈവികമായ ശക്തിയുണ്ട്. ഈ ശക്തി നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന വലിയ കൃപയാണ്. ഒന്നാം പാഠഭാഗമായി നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നാണ്. ഏലിയ പ്രവാചകനെ ദൈവം ചില നിയോഗങ്ങൾ ഏൽപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, പുതിയ ദൗത്യത്തിനായി അയക്കുന്ന സന്ദർഭമാണ് അവിടെ കാണുന്നത്. 2 രാജാക്കന്മാരെ നിയോഗിക്കുന്നതിനും ഒരു പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നതിനുമായി ദൈവം തമ്പുരാൻ ഏലിയാവിനെ ചുമതലപ്പെടുത്തുന്നു. ദൈവം നമ്മെ ചില നിയോഗങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്തുകൊണ്ടാണ്. ബലമോ ബലഹീനതയോ അവിടുത്തെ അടിസ്ഥാനപരമായ വസ്തുതയല്ല. ദൈവം വിളിക്കുന്നവരെ താൻ ശക്തീകരിക്കുന്നു, ശക്തീകരിക്കുന്നവരെ ദൗത്യത്തിനായി അയക്കുന്നു. ഇവിടെയും ബലഹീനരായിരുന്ന ശിഷ്യന്മാരെ തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ ശബ്ദം കൊണ്ട്, വചനം കൊണ്ട് നിയോഗിച്ച് പുതിയ ദൗത്യം നൽകി കർത്താവ് അയക്കുകയാണ്. ഗായക സംഘാംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ സംഗീത ശുശ്രൂഷയിൽ ദൈവം ബലഹീനരായ നമ്മെ തൻ്റെ ശക്തിയും കൃപയും നൽകി നിയോഗിച്ച് ഈ ദൗത്യത്തിനായി അയച്ചിരിക്കുകയാണ്. ഓരോ ഇടവകയും ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷയിലൂടെ പക്വതപ്പെടുകയും വളരുകയും ആത്മീയമായ ഉയർച്ച പ്രാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ആ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രാപിക്കുന്നവരായി നമുക്ക് ഒരുക്കപ്പെടേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന സമർപ്പണം ആ ശക്തിയുടെ ഏറ്റെടുക്കലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി എന്നത് ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിലൂടെയാണ്. ഊതി പരിശുദ്ധാത്മാവിനെ നൽകി ദൈവം അവരെ ശക്തീകരിക്കുകയാണ്. പഴയ നിയമത്തിലും ഇതേപോലെ മറ്റൊരു സന്ദർഭം നാം കാണുന്നു. മനുഷ്യനെ മെനഞ്ഞതിന് ശേഷം ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതുന്നു. ദൈവത്തിൻ്റെ ഭാവവും ദൈവത്തിൻ്റെ ചൈതന്യവും മനുഷ്യനിലേക്ക് ദൈവം തൻ്റെ ശ്വാസം മുഖേന സന്നിവേശിപ്പിക്കുകയാണ്. ഗായിക സംഘാംഗങ്ങളായിരിക്കുന്ന നമുക്കൊക്കെ പാടുവാൻ ദൈവം കഴിവ് തന്നിരിക്കുമ്പോൾ ഈ ഒരു ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവ്യാപാരവും നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ചൈതന്യമാണ് നമ്മെ പാടുവാനായി ശക്തീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ദൗത്യ നിയോഗങ്ങൾക്കായി ഒരുക്കുകയും ചെയ്യുന്നു. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് ആയിത്തീരണം. നമുക്കറിയാം, ഒരു മുളന്തണ്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരം 7 മുറിവുകളാണ്. ഈ മുറിവുകളിൽ കൂടി ശ്വാസം ഓടുമ്പോൾ മനോഹരമായ സംഗീതം പുറത്തു വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാർ അപ്രേമിൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്. പരിശുദ്ധാത്മാവിനാൽ മീട്ടപ്പെടുന്ന കിന്നരമായി മാറുക, അത് നമ്മുടെയും ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി തീരട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ബലത്താൽ നിയോഗിക്കപ്പെടുന്ന ശുശ്രൂഷകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് ഓർക്കുക. ആ ശുശ്രൂഷ ഫലകരമായി നിർവഹിക്കുന്നതിന് ദൈവം നമുക്ക് ശക്തി തരട്ടെ. ഒന്നാമത്തെ ചിന്തയിൽ ദൈവിക ശബ്ദത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. രണ്ടാമത്തെ ചിന്തയിൽ ദൈവിക ശക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു. മൂന്നാമത്തെ ചിന്ത ദൈവിക വിളിയെക്കുറിച്ചുള്ളതാണ്. ദൈവത്തിൻ്റെ വിളിയുടെ ശബ്ദമാണ് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഘടകം. അയക്കപ്പെടുന്നവർ വളരെ വിരളമാണ്. കാരണം വിളി സ്വീകരിച്ചവർക്കാണ് അയക്കപ്പെടുവാനുള്ള ദൗത്യവും ചെയ്യുവാനുള്ള നിയോഗവും തമ്പുരാൻ നൽകുന്നത്. ഇങ്ങനെ സാധാരണയായി പറയാറുണ്ട്, ദ ഇമേജ് ഓഫ് ഗാഡ് ഇൻ ഹ്യൂമാനിറ്റി വാസ് നോട്ട് effaced but defaced by sin. The image of God in humanity was not effaced but defaced by sin. അതായത് മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്ന ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് മങ്ങിപ്പോയിട്ടേയുള്ളൂ. അത് പാപം നിമിത്തമാണ് മങ്ങിപ്പോയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ കൃപാവരത്തിൻ്റെ ജ്വലനം കനൽ കെട്ടുപോയിട്ടില്ല. അത് ഇപ്പോഴും ജ്വലിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ശക്തി കുറവാണ് എന്നത് മാത്രം. പരിശുദ്ധാത്മാവിനാൽ ഈ കനൽ
കൂടുതൽ ജ്വലിപ്പിക്കുന്നതിന് ദൈവം നമുക്ക് ശക്തി തരും. അതുകൊണ്ടാണ് ദൈവവിളിയുടെ ഒരു വലിയ ഉടമ്പടിക്കായി ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവിളി സ്വീകരിക്കുന്നത് ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. അതുകൊണ്ട് മൂന്നാമത്തെ ചിന്ത ഇങ്ങനെ ക്രോഡീകരിക്കുന്നു: ഡിവൈൻ കോൾ വിച്ച് ഗിവ്സ് അതോറിറ്റി ടു ക്യാരി ഔട്ട് ഗോഡ്സ് വിൽ. ഡിവൈൻ കോൾ വിച്ച് ഗിവ്സ് അതോറിറ്റി ടു ക്യാരി ഔട്ട് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായി ശക്തി നൽകുന്ന, അധികാരം നൽകുന്ന ദൈവത്തിൻ്റെ വിളി. നമുക്കറിയാം, നമുക്ക് ചില അധികാരങ്ങളൊക്കെ നമ്മുടെ ജോലിയിടങ്ങളിലോ ഭവനങ്ങളിലോ ഉണ്ട്. ഈ അധികാരം നൽകപ്പെട്ടിരിക്കുന്നതിനാലാണ് ആ അധികാരം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. അതേപോലെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ചുമതലക്കാരായി, കാര്യവിചാരകരായി ദൈവം നമ്മെ ചില ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത് തന്നെ ഒരു അധികാരമാണ്. ഇവിടെ ശിഷ്യന്മാർക്ക് ദൈവം നൽകുന്ന അധികാരം ഇതാണ്: പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. പിതാവ് എന്നെ എന്ത് ചുമതലയും എന്ത് അധികാരവും നൽകിയാണോ അയച്ചിരിക്കുന്നത്, അതേ അധികാരത്തിൻ്റെ പിന്തുടർച്ചയും പങ്കുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ വിളി തന്നെ ഒരധികാരത്തിൻ്റെ സൂചനയാണ്. ഗായിക സംഘാംഗങ്ങളായി ഒരു ഓഡീഷനിൽ കൂടി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഗായിക സംഘത്തിൻ്റെ ഭാഗമായി മാറുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഗായിക സംഘത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവിളിയുടെ ശബ്ദം പിന്നിലായി പോകുവാൻ ഇടയാകരുത്. ദൈവവിളിയുടെ ശബ്ദത്തോട് നമ്മുടെ ഹൃദയവും ജീവിതവും ട്യൂൺ ചെയ്യപ്പെടുവാൻ ഇടയായി തീരുന്ന സമയത്താണ് ആ അധികാരത്തിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെ അനുഭവം നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നത്. ഓട്ടുവിളക്കുകൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ പതുക്കെ അതിൻ്റെ ഭംഗിയും ചൈതന്യവും നഷ്ടപ്പെടും. ക്ലാവ് പിടിച്ച് അതിൻ്റെ ശോഭ കെട്ടുപോകും. എന്നാൽ തൂത്ത് മിനുക്കി വൃത്തിയാക്കി ദിവസവും തിരികൊളുത്തുമ്പോൾ അത് ശോഭയുള്ളതായി തീരുകയും അതിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം പ്രയോജനമുള്ളതായും തീരും. എന്നതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കെട്ടുപോകുവാൻ ഇടയാകാതെ അതിൻ്റെ ശോഭയെ വർദ്ധിപ്പിക്കുവാൻ നമുക്കിടയാകണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം, താലന്ത്, നിയോഗം, ഇതെല്ലാം ഈ ജീവിതത്തിനുള്ളിൽ ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്ന, കരുണയോടെ തന്നിരിക്കുന്ന അവസരങ്ങളാണ്. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുവാനും അതിനെ അഗണ്യമാക്കി കളയുവാനും നമുക്കിടയാകരുത്. അതിനുള്ള സമർപ്പണത്തോടെ ഈ ദിവസം ദൈവസന്നിധിയിൽ പൂർണ്ണമായും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ശുശ്രൂഷ കർത്താവിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി നമ്മൾ നിർവഹിക്കുന്ന ശുശ്രൂഷയാണ്. ഗായിക സംഘാംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാനും ദൈവജനത്തിന് ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഭവമായി അതിനെ ഏറ്റെടുക്കുവാനും സാധിക്കട്ടെ. പുതിയ സമർപ്പണത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിവ്യ സംഗീത ഞായർ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.